മുതിർന്ന പത്രപ്രവർത്തകനും മുൻ CPM നേതാവുമായ ജി ശക്തിധരൻ CPMനുള്ളിലെ നിരവധി പുഴുക്കുത്തുകളെ തുറന്നുകാട്ടിയിട്ടുണ്ട്. CPMനെ മാത്രമല്ല സമൂഹത്തിലെ ജീർണതകൾക്കെതിരെയെല്ലാം ശക്തിധരൻ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അത്തരമൊരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. CPMന്റെ മുതിർന്ന നേതാവും LDF കൺവീനറുമായ EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ട സംഭവമാണ് മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായതായി ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരമൊരു വീഴ്ച മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല സമൂഹ മധ്യത്തിൽ വില്ലൻ പരിവേഷത്തോടെ നിൽക്കുന്ന EPയെ കൃത്യമായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശക്തിധരൻ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം EPക്കെതിരെ നിലപാട് സ്വീകരിച്ച ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ളവരുടെ നേർക്ക് ഒളിയം പെയ്യുകയും ചെയ്യുന്നുണ്ട്. ശക്തിധരൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് നിരുത്തരവാദ മാധ്യമ പ്രവർത്തനം കേരളത്തിൽ പൊടിപൊടിക്കുകയാണ്. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും മാധ്യമസിംഹമാകാം. ആരെക്കുറിച്ചും എന്തും എഴുതാം. നിജസ്ഥിതിയെക്കുറിച്ച് ഒരന്വേഷണവും നടത്തേണ്ട. അച്ചടിക്കാനോ സംപ്രേഷണം ചെയ്യാനോ ഒരു ഉടമ ഉണ്ടായാൽ മതി. യൂട്യൂബ് ചാനലുകളുടെ പ്രളയത്തിൽ സത്യം മിനിറ്റ് വെച്ച് മുങ്ങിച്ചത്തുകൊണ്ടിരിക്കുന്നു. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ വോട്ട് ചെയ്യുന്നില്ലെന്ന അവസ്ഥയിലേക്ക് മാത്രമല്ല മാധ്യമങ്ങളെ ആശ്രയിക്കില്ലെന്ന അവസ്ഥയിലേക്കും ജനങ്ങൾ മാറും. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത 7% പേർ ഇക്കുറി പുതുതായി കൂടുതലുണ്ടായി എന്ന് ചിന്തിക്കണം. വോട്ട് ചെയ്യുന്നതിൽ ജനങ്ങളുടെ വിശ്വാസം ഇടിയുകയാണ്. ഇത് തന്നെ മാധ്യമങ്ങളോടുള്ള പ്രതിപത്തിയിലും സംഭവിക്കും. ഇന്നലത്തെ പ്രമുഖ മലയാളം പത്രത്തിൽ EP ജയരാജൻ ജാവേദ്കറെ കണ്ട വാർത്ത വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്നു. മറ്റ് മിക്ക പത്രങ്ങളിലും അതുണ്ടായിരുന്നു. എന്നാൽ ആ സംഭവം നടന്നത് 1.5 വർഷത്തോളം മുമ്പായിരുന്നു എന്ന് ജയരാജൻ അപ്പോൾ തന്നെ വെളിപ്പെടുത്തിയത് ഒരു മാധ്യമ ചെകുത്താനും പുറത്തറിയിച്ചില്ല. അത് സംസ്കരിച്ചു. എന്തുകൊണ്ട്? ജയരാജൻ ഒട്ടേറെ മാധ്യമപ്രവർത്തകരെ ഒന്നിച്ച് കണ്ടാണല്ലോ ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മുഴുവൻ മാധ്യമങ്ങൾക്കും അതുമാത്രം കൊടുക്കേണ്ടതെന്ന് തോന്നിയത്? ഒരു നേതാവ് മാധ്യമങ്ങളെ കാണുമ്പോൾ അതിലെ സുപ്രധാന വിവരം ഒരേപോലെ നീക്കം ചെയ്യപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പിന്നിൽ സദുദ്ദേശമാണോ? ഏത് കേന്ദ്രത്തിൽ ആരൊക്കെ ഒത്തുകൂടിയാണ് ഇത്ര നിന്ദ്യമായ കൃത്യം ചെയ്തത്? ആരുടെ ചരടുവലിയായിരുന്നു ഇതിന് പിന്നിൽ? ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ചില മാധ്യമങ്ങളുടെ പേരിൽ പത്രപ്രവർത്തകൻ എന്ന ലേബലിൽ നടക്കുന്നവർ വാർത്തയെ ബലാത്സംഗം ചെയ്ത് പണം പിടുങ്ങുകയാണ്. കേരളത്തെ ഇരുട്ടറയിലേക്ക് ഇക്കൂട്ടർ തള്ളിവിടുകയാണ്. ഇവനെയൊക്കെ നേരും നെറിയുമുള്ള ഏതെങ്കിലും പത്രാധിപർ ആ ശ്രീകോവിലിൻ്റെ പടി കയറാൻ അനുവദിക്കുമോ? മേൽ പരാമർശിച്ച പത്രം ഏറെ കളങ്കിത പത്രമായി കഴിഞ്ഞെങ്കിലും ഇന്ന് പശ്ചാത്താപം എന്നോണം ജയരാജനുമായുള്ള പ്രത്യേക അഭിമുഖം കൊടുത്ത് മുഖം രക്ഷിച്ചിട്ടുണ്ട്. അത്രത്തോളം നന്ന്. എൻ്റെ തൂലിക ഒരു ജയരാജൻ്റെ എഴുത്താണിയല്ല. ജയരാജൻ്റെ രാഷ്ട്രീയ വ്യതിയാനങ്ങളോട് ഒരു യോജിപ്പുമില്ല. ഇത്തരത്തിലുള്ള ഒരു അപജയം പഴയ ജയരാജനിൽ കണ്ടിരുന്നില്ല. സ്വഭാവ സ്ഥൈര്യമുള്ള നേതാവ് തന്നെയായിരുന്നു ജയരാജൻ. സ്ത്രീകൾ പ്രസ്ഥാനത്തിനുള്ളിൽ നേതാക്കളുടെ ദുസ്സഹമായ കയ്യേറ്റങ്ങളിൽ നൊമ്പരപ്പെടുമ്പോൾ ഒരു ഈറ്റപ്പുലിയായിരുന്നു അന്നും ഇന്നും ജയരാജൻ. ഒരുപക്ഷെ KK ശൈലജയെക്കാളും വീറോടെ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് ജയരാജനെതിരെ ഒളിയം പെയ്തത്. അത് സ്വാഭാവികം. കമ്മ്യൂണിസം വ്യക്തിവൈരാഗ്യത്തിന് കീഴ്പ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ. പക്ഷെ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇത്രയ്ക്ക് ജീർണിച്ചു പോയത്? ഇവർക്ക് എന്തുകൊണ്ട് മറ്റേതെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞ് ഇതിലും കേമമായ പ്രതിഫലം വാങ്ങിക്കൂടാ? ആഡംബര ജീവിതത്തിൽ മുങ്ങിക്കിടക്കുന്നവരാണ് ഏറിയ പങ്കും. 30-50 രൂപയ്ക്ക് കുടുംബശ്രീയിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ സ്വാദ് എന്തായാലും മാധ്യമങ്ങളുടെ പാചകവിധി പ്രകാരം ലഭിക്കുന്ന ഭക്ഷണത്തോളം വരില്ല. എനിക്ക് ഈ പൊതിച്ചോറിൻ്റെ രുചിയാണ് പഥ്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എഴുത്ത് വരുന്നത്. ജി ശക്തിധരൻ കുറിച്ചു. ശക്തിധരൻ്റെ കുറിപ്പ് വലിയ ചർച്ചയായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വീഴ്ച മാത്രമല്ല CPMനുള്ളിലെ അപജയവും കൃത്യമായി അദ്ദേഹം തുറന്നു കാട്ടുന്നുണ്ട്. EPയുടെ രക്തത്തിനായി ആരൊക്കെയോ ദാഹിക്കുന്നുണ്ടെന്നും വരികൾക്കിടയിൽ വായിച്ചെടുക്കാം.